വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഹെർബേറിയം. സെറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫൈക്കോളജിയാണ്. വാട്ട് ഈസ് ഫൈക്കോളജി? എന്താണ് ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ ആൽഗകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ഫൈക്കോളജി. ജല ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനം തന്നെ ആൽഗകളാണെന്ന് നമുക്കറിയാം. ഈ ആൽഗകൾ എന്ന് പറയുന്നത് സ്വയം പോജികളാണ്, അതായത് ദേ ആർ ഓട്ടോട്രോപ്സ്. ഇനി ഈ ആൽഗകൾ സ്വയംഭോജികളാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ക്ലാമിഡോമോണസ് മുതൽക്ക് വലിയ കടൽപ്പായലുകൾ, അതായത് ഒരു 60 മീറ്റർ വരെ നീളമുള്ള കെൽപ്പ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇവയിൽ വേര്, തണ്ടയിലൊന്നും തന്നെ കാണപ്പെടുന്നില്ല, താലോയിഡ്. അടുത്തത് നമ്മൾ പൊതുവായ സവിശേഷതകൾ അല്ലെങ്കിൽ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. ഘടനയെ പറ്റി പറയുകയാണെങ്കിൽ യൂക്കാരിയോട്ടിക് ആണ്, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗകൾ ഒഴികെ. കോശഭിത്തി സെല്ലുലോസ്, പെക്റ്റിൻ അല്ലെങ്കിൽ സിലിക്ക കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വർണ്ണകങ്ങൾ അല്ലെങ്കിൽ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിലെ എല്ലാറ്റിലും ഉണ്ട്. ഫൈക്കോബിലിനുകൾ, ഫ്യൂക്കോസാൻറ്റിൻ തുടങ്ങിയ അനുബന്ധ വർണ്ണകങ്ങൾ നിറത്തെയും ആഴത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. ഇനി സ്റ്റോറേജ് അല്ലെങ്കിൽ ഭക്ഷണ ശേഖരണം. സ്റ്റാർച്ച്, ലാമിനാരിൻ, മാനിറ്റോൾ, ഓയിൽ അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ എന്നിവയുടെ രൂപത്തിൽ ഭക്ഷണം ശേഖരിക്കുന്നു. ഇനി അടുത്തത് സൈനോഫൈസിയാണ്. ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്നാണ് ഇവരെ പറയുന്നത്. ബാക്ടീരിയകളോട് സാമ്യമുള്ള പ്രോകാരിയോട്ടിക് ജീവികളാണ് ഇവർ. കൃഷിയിൽ നൈട്രജൻ സ്ഥിരീകരണത്തിന്, നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്നുണ്ട്. പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ, ഫൈക്കോസയാനിൻ, ഫൈക്കോഎറിത്രിൻ. ഇനി ഭക്ഷണം സൈനോഫൈഷ്യൻ സ്റ്റാർച്ചാണ്, ഗ്ലൈക്കോജൻ. പ്രജനനം, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ സ്റ്റേജസ് ഇവർക്കില്ല. ഫിഷൻ, വിഭജനം ഫിഷനാണ്, ഫ്രാഗ്മെൻറ്റേഷൻ എന്നിവയിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ നോസ്റ്റോക്കിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ക്ലോറോഫൈസിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ക്ലോറോഫൈസി എന്ന് ഉദ്ദേശിക്കുന്നത് പച്ച ആൽഗകളെയാണ്. ഈ പച്ച ആൽഗകൾ എന്ന് പറയുന്നത് ഏറ്റവും വൈവിധ്യമാർന്ന ഒരു വിഭാഗമാണ്. കരസസ്യങ്ങളുടെ പൂർവികരായിട്ടാണ് ഈ വൈവിധ്യമാർന്ന പച്ച ആൽഗകളെ നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇവരിൽ അടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്. സ്റ്റോറേജ് അല്ലെങ്കിൽ ഭക്ഷണ ശേഖരണം പൈറിനോയിഡുകളിൽ സ്റ്റാർച്ചായിട്ട് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. കോശഭിത്തി സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ്. ഫ്ലജല്ല തുല്യ നീളമുള്ള ഈക്വലായിട്ടുള്ള 2 or 4 ആണ് കാണുന്നത്. ഇനി നമുക്ക് ബാസിലാരിയോഫൈസി നോക്കാം. ഡയറ്റംസ്, സമുദ്രത്തിലെ രത്നങ്ങൾ അല്ലെങ്കിൽ ജുവൽസ് ഓഫ് ദ സീ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. സിലിക്ക കൊണ്ടുള്ള കോശഭിത്തിയുള്ള ഏകകോശ ആൽഗകളാണ് ഇവർ. ഇവരുടെ സ്റ്റോറേജ് ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് എണ്ണയും വോളിറ്റ്യൂൺ കണികകളുമാണ്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഫോസിൽ രൂപത്തിലുള്ള ഇവയുടെ ഭിത്തികൾ ഫിൽറ്ററുകളിലും പോളിഷ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്നതാണ് ഡയറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഡയറ്റംസ്. ബാസിലാരിയോഫൈസിലെ മെമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത സാൻറ്റോഫൈസിയാണ്. മഞ്ഞ പച്ച ആൽഗകളാണ് ഇവർ. ഇവരിൽ അടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ഇയും. മോട്ടിലിറ്റി അല്ലെങ്കിൽ ചലനശേഷി എന്ന് പറയുന്നത് അസമമായ നീളമുള്ള 2 ഫ്ലജലകളാണ്. ഹെട്രോകോണ്ട് എന്ന് പറയും. ഇവരുടെ സ്റ്റോറേജ് ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം എണ്ണയും ല്യൂക്കോസിൻ ആണ്. ഇവർക്ക് സ്റ്റാർച്ച് ഇല്ല. ഇവരുടെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വൗച്ചേരിയ, ബോട്രീഡിയ ആണ്. അടുത്ത ഫിയോഫൈസിയാണ്. തവിട്ട് ആൽഗകൾ എന്നാണ് ഇവരെ പറയുക. ബ്രൗൺ ആൽഗകൾ പ്രധാനമായിട്ടും സമുദ്രത്തിലാണ് ഇവർ കാണപ്പെടുന്നത്. ഇവരുടെ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ സിയും ഫ്യൂക്കോസാൻറ്റിനുമാണ്. ഇവരുടെ സ്റ്റോറേജ് ഫുഡ് ലാമിനാരിൻ, മാനിറ്റോൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർച്ചും. പിന്നെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഘടന നോക്കുകയാണെങ്കിൽ ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ്, ബ്ലേഡ് എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അടുത്തത് റോഡോഫൈസിയാണ്. ചുവന്ന ആൽഗകൾ അല്ലെങ്കിൽ റെഡ് ആൽഗകൾ എന്നാണ് നമ്മൾ ഇവരെ പൊതുവെ പറയുന്നത്. ഇവർ ആഴക്കടലിലാണ് കാണപ്പെടുന്നത്. കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള നീലപ്രകാശം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഇനി പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 6 ഫൈക്കോഎറിത്രിനാണ് മെയിനായിട്ടുള്ളത്. ഈ 6 ഫൈക്കോഎറിത്രിൻ കാരണമാണ് ഇവർ ഒരു റെഡ് കളറിൽ കാണുന്നത്. ഇനി സ്റ്റോറേജ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. ഇനി ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലജല്ല ഇല്ലാത്തൊരു ജീവികളാണെന്ന് നമുക്ക് ഇവരെ പറയാം. അടുത്തത് റീപ്രൊഡക്ഷനും ലൈഫ് സൈക്കിളുമാണ് പറയുന്നത്. ക്ലോറോഫൈസിയിൽ സെക്ഷൽ മോഡ് എന്ന് പറയുന്നത് ഐസോഗമി, അനൈസോഗമി, ഊഗ്യാമസും കാണുന്നുണ്ട്. ഇവരുടെ ലൈഫ് സൈക്കിൾ മോസ്റ്റ്ലി ഹാപ്ലോണ്ടിക് ആയിട്ടാണ് കാണുന്നത്. സൈനോഫൈസിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ മോഡ് ഇവർക്കില്ല.
ലൈഫ് സൈക്കിൾ അസെക്ഷൽ മാത്രമാണ് കാണുന്നത്. ഫിയോഫൈസിയലാണെങ്കിൽ ഐസോഗ്യാമസും ഊഗ്യാമസും ഐസോഗ്യാമസ് മുതൽക്ക് ഊഗ്യാമസ് വരെ കാണുന്നുണ്ട്. ഡിപ്ലോണ്ടിക്കും ഐസോമോർഫിക്കും ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കണം. റോഡോഫൈസിയൽ ഊഗ്യാമസ് ആണ് കാണുന്നത്. ട്രൈഫേസിക് അല്ലെങ്കിൽ ഡിപ്ലോബയോണ്ടിക് ആയിട്ട് ലൈഫ് സൈക്കിളാണ് കാണുന്നത്. ഇനി ഐസോഗമിയൊക്കെ എന്താണെന്ന് അറിയാലോ അല്ലേ. ഐസോഗമി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഗ്യാമേറ്റുകളാണ്. അനൈസോഗമി എന്ന് പറയുന്നത് വ്യത്യസ്തമായ വലുപ്പത്തിലുള്ള ഗ്യാമേറ്റുകളാണ്. ഊഗമി എന്ന് പറഞ്ഞാൽ ഒരു വലിയ നോൺ മോട്ടൈലായിട്ടുള്ള എഗ്ഗും ചെറിയ മോട്ടൈലായിട്ടുള്ള സ്പേമുമാണ്. അടുത്തത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. പോറിഫെറ, നോറി, കെൽപ്പൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൃഷി സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോസ്റ്റോക്ക്, അനബീന തുടങ്ങിയവയൊക്കെ ജൈവവളമായിട്ടും ക്ലോറല്ല ബഹിരാകാശ ഗവേഷണത്തിലും മറ്റും മലിനജല സംസ്കരണത്തിലൊക്കെ ഗവേഷണമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്.